ഹായ് കൂട്ടുകാരെ, എന്ത് പറയണോ? എല്ലാരും വായോ. അതെ, ഒരു സൂത്രം കാണിച്ചു തരാം. വായോ. കണ്ട, മനസ്സിലായോ ഓലത് എന്തൊരു സാധനം? ചിക്കനും മട്ടനും ബീഫും ഒന്നല്ല കേട്ടാ, അതിനേക്കാള് സൂപ്പർ സാധന. വായോ, കഴിച്ചോക്കാം. ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ, ആദ്യമായിട്ട് ഇത് ചെയ്ത് നോക്കിയത്. അപ്പൊ നിങ്ങൾ പറയണ്ട, സൂപ്പർ സാധന. നമുക്കൊരു ലേശം സോസും കൂടി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, മുക്കി തിന്നാൻ സൂപ്പറാ. എന്തൊക്കെ സാധനം എന്നറിയോ? നമ്മുടെ സോയാബീൻ ചങ്ക്സ് നല്ലതാട്ടാ. നമുക്കിത് എങ്ങനെ ഫ്രൈ ആക്കണമെന്ന് നോക്കട്ടാ. അയ്യോ, അപ്പോൾ നമുക്ക് നമ്മുടെ സോയാബീൻ റോസ്റ്റ് തുടങ്ങാട്ടാ. അതിനായിട്ട് ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് അത് ഉപ്പിട്ടിട്ട് അത് നല്ലോണം തിളച്ചതിന് ശേഷം ആ വെള്ളം എടുത്തിട്ട് നമ്മുടെ ഒരു 200 ഗ്രാം സോയാബീനാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അതിലേക്ക് ഇട്ട് ഒരു 10-15 മിനിറ്റ് വെച്ചിട്ടുണ്ട്. അത് ചൂടാറിയതിന് ശേഷം അത് ഒന്നും കൂടി പച്ചവെള്ളം ഒഴിച്ച് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് അത് മാറ്റിയിട്ട് അതിലേക്കാണ് നമ്മൾ ഒരു 3 സ്പൂൺ കോൺഫ്ലോർ, ഒരു സ്പൂൺ അരിപ്പൊടി, പിന്നെ മുളക് പൊടി, പാകത്തിനുള്ള മുളക് പൊടി, ഒരു സ്പൂണ് മുളക് പൊടി, പിന്നെ നമ്മുടെ ഗരം മസാല ഒരു 3/4 സ്പൂണോളം ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കളറിന് ആവശ്യമായ നമ്മുടെ കാശ്മീരി ചില്ലി, ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ മിക്സ് ചെയ്യാണ് കേട്ടോ. നല്ലോണം വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല പിന്നെ ഞാൻ കേട്ടോ. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ ഇത് കുതിർന്നിരിക്കുന്ന സാധനമല്ലേ. അപ്പോൾ അത് നല്ലോണം തിരുമ്പി ആവശ്യത്തിന് ഉപ്പും എല്ലാം ഇട്ട് തിരുമ്പി നല്ലോണം ഒരു 10-20 മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉപ്പും ഇതൊക്കെ നല്ലോണം അതിൽ പിടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓയിൽ നല്ലോണം ചൂടായതിന് ശേഷം ഇത് പാനിലേക്ക് ഇട്ട് നല്ലോണം മൊരിച്ചെടുക്കണം കേട്ടോ. തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നമ്മൾ മൊരിച്ചെടുക്കുകയാണ്. ഒരുവിധം നല്ലോണം തന്നെ മൊരിഞ്ഞോട്ടെ കേട്ടോ. അത് വിചാരിച്ചിട്ട് കരിക്കരുത്. ഞാൻ പറഞ്ഞു അത് മൊരിക്കാന്ന് പറഞ്ഞിട്ട് കരിച്ചെടുക്കരുത് കേട്ടോ. സാധനം ഉണ്ടല്ലോ, സൂപ്പർ സാധനം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായിങ്ങ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നമ്മളെ ഒന്ന് നിങ്ങളുടെ ഒപ്പം നിർത്തിക്കോളോ, മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഒരുമിച്ച് കാണാം കേട്ടോ. ടാറ്റാ, ബൈ ബൈ.